വർഷം 1920. ശ്രീകാകുളം തീരപ്രദേശം. ഒരു ഗിരിജന ഗോത്രവിഭാഗത്തെ നേരിടാൻ ബ്രിട്ടീഷ് സൈന്യം ആയുധങ്ങളും വെടിക്കോപ്പുകളുമായി നിരന്നു. ആ ഗോത്രത്തിന്റെ കൈവശമുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ, അവരിൽ ഒരാളെ പോലും ബാക്കി വെക്കാതെ കൊന്നുകളയാൻ ഉത്തരവുണ്ടായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ മുഴുവൻ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ തങ്ങളെപ്പോൾ മരിക്കുമെന്ന ഭീതിയിൽ കഴിയുകയായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ മാത്രം മറ്റൊന്നാണ് ചിന്തിച്ചത്. ആ ഒരാൾ ആ ഗോത്രത്തിന്റെ രാജാവായി മാറി. അവിടെയാണ് ഈ കഥയുടെ തുടക്കം. യുദ്ധം ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ വിശ്വാസത്തിൽ രാജാവെന്നാൽ അയാളൊരു മനുഷ്യനായിരിക്കില്ല. അവരെ രക്ഷിക്കാൻ ഈശ്വരൻ അവതാരമെടുത്തതാണെന്നാണ് ആ ഗോത്രത്തിന്റെ വിശ്വാസം. ആ രക്ഷകൻ അവർക്ക് അവതാര പുരുഷനായിരിക്കും. ആ രാജാവ് പറയുന്ന ഓരോ വാക്കും അവർക്ക് വേദവാക്യമായിരിക്കും. യുദ്ധം ആരംഭിക്കട്ടെ. ആ വംശത്തിന്റെ ഭാവി തലമുറയിലെ കുട്ടികളെ നടുവിൽ നിർത്തി അവർക്ക് ചുറ്റും സ്ത്രീകൾക്കും വൃദ്ധർക്കും സ്ഥാനം നൽകി. അവരെ സംരക്ഷിക്കാനായി യോദ്ധാക്കൾക്ക് ആ വൃത്തത്തിനു ചുറ്റും സ്ഥാനം നൽകി. നമ്മളിൽ ആർക്ക് പരിക്ക് പറ്റിയാലും, ആരും മരിച്ചു വീണാലും ശരി, നമ്മളുടെ കുട്ടികളുടെ ശരീരത്തിൽ ഒരു തുള്ളി മണ്ണ് പോലും വീഴരുത്. നമ്മുടെ വംശത്തെ രക്ഷിക്കാനായി ഒരുവൻ മുന്നിലേക്ക് എത്തുമ്പോൾ ഇത് അവന് നൽകണം. രാജാവേ, അവനെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും?